എന്താണ് വാട്ടർ കളർ പെൻസിൽ? കളർ പെൻസിലിനെ കുറിച്ച് എൻ്റെ അടുത്ത് അഡ്വൈസ് ചോദിക്കുന്ന എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടൂളാണ് വാട്ടർ കളർ പെൻസിൽ. ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് കുറച്ചുകൂടി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ ആർട്ട് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഞാൻ വാട്ടർ കളർ പെൻസിലാണ് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരുവിധം ക്ലാസ്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി പെയിൻറ്റിങ്ങിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ പഴയ വീഡിയോയിൽ ഗോപ് എന്ന സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് വാട്ടർ കളർ പെൻസിലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോന്ന്, അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് വീഡിയോ കൂടി ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് വാട്ടർ കളർ പെൻസിലൊരു ലാൻഡ്സ്കേപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം പറയാനുണ്ട്. നമ്മുടെ വ്യൂവേഴ്സൊക്കെ കൂടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത വീഡിയോസിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്താനും അതുപോലെ തന്നെ നിങ്ങൾ വരച്ച ചിത്രങ്ങൾ ഷെയർ ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻസ് ഉണ്ടാവാനും എല്ലാം കൂടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക. ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വാട്ടർ കളർ പെൻസിലൊരു ലാൻഡ്സ്കേപ്പ് എങ്ങനെ ചെയ്യാം വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എൻ്റെ പേര് സച്ചിൻ. ഐ എം ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. Welcome to my art channel. This is artist Sachin. Yeah. Let's go. If I go, I'ma get. When I flow, I'ma hit. And I know I'm the kid. I'm a soul, don't forget. നമസ്കാരം, ആർട്ട് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഡ്രോയിങ് ചെയ്യാനായിട്ട് ഫേബർ കാസിലിലെ ഗോൾഡ് ഫേബർ അക്വ എന്ന ബ്രാൻഡിലുള്ള വാട്ടർ കളർ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വാട്ടർ കളർ പെൻസിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് റേഞ്ചിലുള്ള വാട്ടർ കളർ പെൻസിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. കാക്കനാടുള്ള ക്രാഫ്റ്റ് സ്റ്റേഷൻ എന്ന ആർട്ട് ഷോപ്പാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. കാക്കനാട് കെട്ടുവള്ളം റെസ്റ്റോറൻറ്റ് അടുത്താണ് ക്രാഫ്റ്റ് സ്റ്റേഷൻ എന്നുള്ള ഷോപ്പുള്ളത്. ഒരുവിധം എല്ലാ റേഞ്ചിലുള്ള ആർട്ടിൻ്റെയും ക്രാഫ്റ്റിൻ്റെയും മെറ്റീരിയൽസ് ക്രാഫ്റ്റ് സ്റ്റേഷനിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഈ പെൻസിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വാട്ടർ കളർ പെൻസിൽ ഉപയോഗിച്ച് നമുക്കൊരു ലാൻഡ്സ്കേപ്പ് വരച്ച് നോക്കാം. അപ്പോൾ ആദ്യം ലാൻഡ്സ്കേപ്പ് സ്കെച്ച് ചെയ്യണം. ഒരു HB പെൻസിലാണ് ഞാനിവിടെ സ്കെച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മുമ്പിലുള്ള ഒരു മരവും പിന്നീട് അതിൻ്റെ പിറകിൽ വീടും മലകളും കുറച്ച് ചെടികളൊക്കെയാണ് ഞാനിവിടെ സ്കെച്ച് ചെയ്തെടുക്കുന്നത്. അധികം ഡീറ്റെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല സ്കെച്ചിങ്ങിൽ. നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളെല്ലാം ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയാൽ മതി. ബാക്കി നമ്മൾ കളർ പെൻസിൽ വെച്ചിട്ട് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്കെച്ചിങ് ചെയ്യുമ്പോൾ ഈ ലാൻഡ്സ്കേപ്പിൽ ലൈറ്റ് ആൻഡ് ഷേഡോ എവിടെ വരും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കൂടി ശ്രമിച്ചാൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് ചിത്രം പെയിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ഞാനൊരു കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ചിത്രം ഡ്രോ ചെയ്യുകയാണ്. അത് ഷെയ്ഡ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ കളർ പെൻസിൽ ഉപയോഗിച്ച് കളർ ചെയ്യുമ്പോഴും യൂസ് ചെയ്യുന്നത്. പാരലായിട്ടുള്ള കുറേ സ്ട്രോക്സ് ഉപയോഗിച്ചിട്ട് കളേഴ്സ് ഇങ്ങനെ ഫില്ല് ചെയ്യുകയാണ്. ഷെയ്ഡ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ, കൂടുതൽ കോംപ്ലിക്കേഷനൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കളേഴ്സ് യൂസ് ചെയ്യാം. ചിത്രം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കണമെങ്കിൽ പല ടൈപ്പ് കളേഴ്സ് യൂസ് ചെയ്യാം. ഞാനിവിടെ മരത്തിൻ്റെ പച്ച നിറമാണ് ചെയ്യുന്നതെങ്കിലും ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഗ്രീൻ കളേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, അതുപോലെ തന്നെ യെല്ലോ, ബ്രൗൺ, അങ്ങനെ പല കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അവസാനത്തെ നമ്മളൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ ആ പ്രോസസ്സിൽ ഈ പല കളേഴ്സെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ട് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഫീല് നമുക്ക് ചിത്രത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ വാട്ടർ കളർ പെൻസിലിൻ്റെ പ്രത്യേകത. അപ്പോൾ ആദ്യം നമ്മൾ ഈ പെൻസിൽ ഉപയോഗിച്ചിട്ട് ചിത്രങ്ങളെല്ലാം ഫുൾ ഡ്രോ ചെയ്ത് അതിൽ ഷെയ്ഡ് ചെയ്തെടുക്കണം. അടുത്തത് മരത്തിൻ്റെ തടിയാണ് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കളേഴ്സ് വീണ്ടും ഒന്ന് ശ്രദ്ധിക്കുക. മരത്തിൻ്റെ തടിയിൽ ഞാൻ ബ്രൗൺ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ഓറഞ്ച് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ യെല്ലോ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മാക്സിമം മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. കളേഴ്സ് മാക്സിമം വെറൈറ്റി കളേഴ്സ് യൂസ് ചെയ്യുക. ആ കളേഴ്സൊക്കെ ലാസ്റ്റ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കും. അപ്പോൾ അടിപൊളി ഒരു ചിത്രം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത്രയും ശ്രദ്ധിക്കാനുള്ളൂ. സിമ്പിളായിട്ട് ഒരു ചിത്രം നിങ്ങൾ സാധാരണ ഷെയ്ഡ് ചെയ്യണ മെത്തേഡ് വെച്ചിട്ട് തന്നെ കൂടുതൽ കളേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾ ഷെയ്ഡ് ചെയ്യുക. സിമ്പിളല്ലേ? കളേഴ്സിൻ്റെ കാര്യം കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിൻറ്റ് ലൈറ്റ് ആൻഡ് ഷാഡോയാണ്. അതായത് എത്രത്തോളം ഡാർക്കായിരിക്കണം നമ്മുടെ കളേഴ്സ്, അതുപോലെ തന്നെ എത്രത്തോളം ലൈറ്റ് ആയിരിക്കണം നമ്മുടെ കളേഴ്സ്. സൂര്യപ്രകാശം ഡയറക്റ്റ് വീഴുന്ന ഭാഗങ്ങളിൽ ലൈറ്റ് കളേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഷാഡോ വീഴുന്ന ഭാഗങ്ങളിൽ ഡാർക്ക് കളേഴ്സും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി ഡെപ്ത്ത് ചിത്രത്തിനുണ്ടാവും.
ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡീറ്റെയിലിംഗ് കൂടി ചെയ്യാവുന്നതാണ്. അതായത് ഏത് ഒബ്ജക്റ്റാണോ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത് ആ ഒബ്ജക്റ്റിന് കൂടുതൽ ഡീറ്റെയിലിംഗ് കൊടുക്കുക. പെൻസിൽ നല്ലോണം ഷാർപ്പൻ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ഡീറ്റെയിലിംഗ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ചിത്രം ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത്. വാട്ടർ കളർ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ്. കുറച്ച് ബ്രഷ്, വെള്ളം എന്നിവയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. വെള്ളവും ബ്രഷിലെടുത്തിട്ട് ജസ്റ്റ് നമ്മൾ വാട്ടർ കളറൊക്കെ ചെയ്യണ പോലെ മുകളിലൂടെ പെയിൻറ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ അധികം വെള്ളം എടുക്കണില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പാകത്തിനുള്ള വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. അധികം വെള്ളം എടുത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ വെള്ളം മുഴുവൻ ഒഴിച്ചു പോയിട്ട് ആ പെയിൻറ്റിങ് മൊത്തം പടരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കളറിൽ മിക്സ് ചെയ്യാൻ പാകത്തിന് മാത്രം വെള്ളം എടുക്കുക. എന്നിട്ട് ആ കളർ മാത്രം മിക്സ് ചെയ്യാം. അതായത് ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ ചെടിയാണ് കളർ ചെയ്യുന്നതെങ്കിൽ അത് മാത്രം കളർ ചെയ്യുക, ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കടത്താതിരിക്കുക. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഒബ്ജക്റ്റ് കളർ ചെയ്യുക. അപ്പോൾ നമ്മൾ കളർ സ്പ്രെഡ് ചെയ്യാതെ കൺട്രോൾ ചെയ്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കും. നേരത്തെ കളർ പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്ത എല്ലാ ഭാഗത്തും നമ്മൾ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം നമ്മുടെ ചിത്രം ഒരു വാട്ടർ കളറിൻ്റെ സ്റ്റൈലിലേക്ക് തന്നെ മാറി വരുന്നതാണ്. നമ്മൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ ഈ വെള്ളം കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ്. അതായത് വെള്ളം എത്രത്തോളം ബ്രഷിലെടുക്കണം, അതുപോലെ തന്നെ എങ്ങനെ കളർ മിക്സ് ചെയ്യണം, കളർ മിക്സ് ചെയ്യുമ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി വെള്ളം എടുക്കണം, എത്രത്തോളം പെയിൻറ്റ് എടുക്കണം എന്നതൊക്കെ വളരെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ത്രൂ പ്രാക്ടീസ് വഴി തന്നെ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വാട്ടർ കളർ പെൻസിൽ നമുക്ക് ഈ പറഞ്ഞ ജോലികളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വളരെ കൺട്രോൾഡ് ആയിട്ട് വാട്ടർ കളർ പെൻസിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വാട്ടർ കളർ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊരു ഇൻട്രൊഡക്ഷനായിട്ട് വാട്ടർ കളർ പെൻസിൽ യൂസ് ചെയ്യാം. വളരെ ഈസിയാണ്, നല്ല മെത്തേഡാണ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഡീറ്റെയിലിംഗ് ചെയ്യാം. ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ വീണ്ടും കളർ പെൻസിൽ ഉപയോഗിച്ച് ഏതൊക്കെ ഭാഗങ്ങളിലും കുറച്ചുകൂടി ഫിനിഷ് ചെയ്യേണ്ടത് ആ ഭാഗങ്ങളൊക്കെ ഞാൻ വീണ്ടും ഫിനിഷ് ചെയ്യുകയാണ്. അത് മരത്തിൻ്റെ ഇലകളൊക്കെ കുറച്ചുകൂടി ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഡാർക്ക് കളറിലായിട്ടുള്ള ബ്രാഞ്ചസൊക്കെ നമുക്ക് വരച്ച് കൊടുക്കാം. വാട്ടർ കളർ ഡയറക്റ്റ്ലി ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സൊക്കെ ബ്രഷ് വെച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ബ്രാഞ്ചൊക്കെ വരയ്ക്കുമ്പോൾ ബ്രഷിനെ നമുക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ തെറ്റുപറ്റി പോകാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഈ പെൻസിൽ കൊണ്ടാണ് ചെയ്യുന്നത്. പെൻസിൽ നമുക്ക് ഒരുവിധം നല്ല കൺട്രോൾ ഉള്ളതുകൊണ്ട് പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത കുറയും. അതൊക്കെയാണ് നമ്മുടെ ഈ വാട്ടർ കളർ പെൻസിലിൻ്റെ പോസിറ്റീവ് സൈഡ്സ്. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ വരച്ചെടുക്കുന്നു. അതുപോലെ തന്നെ വീടിൻ്റെ വാതിൽ, ജനൽ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒരു ഡാർക്ക് കളർ പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ വരച്ച് തന്നെ എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ വീണ്ടും ഒരു വാട്ടറിൻ്റെ ഒരു വാഷ് കൂടി കൊടുക്കുമ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടൊരു വാട്ടർ കളർ സ്റ്റൈലിൽ നമുക്ക് ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്തെടുക്കാം. വളരെ ഈസിയുള്ള ടെക്നിക്കാണ്. ലൈഫിൽ ഇതുവരെ പെയിൻറ്റിങ് ചെയ്തിട്ടില്ല, പെയിൻറ്റിങ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഒരുപാട് തവണ പെയിൻറ്റിങ് ചെയ്തിട്ട് തെറ്റിപ്പോയി എന്ന് തോന്നുന്നവർക്കൊക്കെ ഈ ഒരു വാട്ടർ കളർ പെൻസിൽ ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പെയിൻറ്റിങ്ങിലേക്കുള്ള ആദ്യത്തെ ഒരു ചവിട്ടുപടിയായിട്ട് വാട്ടർ കളർ പെൻസിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കും. വളരെ നല്ലൊരു റിസൾട്ട് എന്തായാലും ഈ വാട്ടർ കളർ പെൻസിലിന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് ഞാൻ വരച്ച ചിത്രങ്ങൾ കുറച്ച് കാണിച്ചു തരാം. വാട്ടർ കളർ പെൻസിലാണ് ഞാൻ ഈ ചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്നത്. വാട്ടർ കളർ പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് എല്ലാത്തരം ചിത്രങ്ങളും വരയ്ക്കാൻ പറ്റും. അതായത് സ്റ്റിൽ ലൈഫ് വരയ്ക്കാം, പോർട്രൈറ്റ് വരയ്ക്കാം, ലാൻഡ്സ്കേപ്പ് വരയ്ക്കാം, അങ്ങനെ എന്ത് ചിത്രം വേണമെങ്കിലും വരയ്ക്കാം. ഞാനിവിടെ കാർട്ടൂൺ വരച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ റിയലിസ്റ്റിക് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, സെമി റിയലിസ്റ്റിക് വരച്ചിട്ടുണ്ട്, വാട്ടർ കളർ പോലെ ഇരിക്കുന്ന ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേത് സ്റ്റൈൽ ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള ചിത്രങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് അത് മാക്സിമം അതുപോലെ തന്നെ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ കളർ ബ്രാൻഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെഡ്ലറിൻ്റെ വാട്ടർ കളർ പെൻസിൽ. ഞാൻ വാട്ടർ കളർ പെൻസിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റെഡ്ലർ ബ്രാൻഡാണ്. ഇവർക്ക് ഒരുവിധം വൈഡ് വെറൈറ്റി ഓഫ് വാട്ടർ കളർ പെൻസിൽസ് ഉണ്ട്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പെർട്ടിക്കുലർ ബോക്സാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത്. ഇതിൽ ഒരുവിധം കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ വാട്ടർ കളർ പെൻസിൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ പോർട്രേറ്റ് കൂടുതലായിട്ട് വരയ്ക്കുന്ന ആളായതുകൊണ്ട് പോർട്രേറ്റിന് അനുയോജ്യമായ കളേഴ്സാണ് ഈ ഒരു പാക്കേജിലുള്ളത്. അതായത് യെല്ലോൻ്റെ ഷെയ്ഡ്സ് ഉണ്ട്, പിങ്കിൻ്റെ ഷെയ്ഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രൗണിൻ്റെ ഷെയ്ഡ്സ് ഉണ്ട്. പക്ഷേ ലാൻഡ്സ്കേപ്പ് വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ ഗ്രീൻ അതുപോലെ തന്നെ അതിനോട് അനുബന്ധിച്ച കളേഴ്സ് ആയിരിക്കും കൂടുതൽ ആവശ്യം. അപ്പോൾ
നിങ്ങൾ ബ്രാൻഡ് നോക്കി വാങ്ങുന്നതിനോടൊപ്പം തന്നെ ആ പാക്കേജിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് ഉണ്ടോ എന്നുകൂടി നോക്കണം. സ്റ്റെഡ്ലർ ഒരുവിധം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡാണ്, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, നല്ല ബ്രാൻഡാണ് സ്റ്റെഡ്ലർ. അടുത്തത് ആർട്ട് ലൈൻ്റെ പെൻസിലാണ്. ഒരുവിധം നല്ല ഗ്രാഫൈറ്റ് പെൻസിലും നല്ല ക്വാളിറ്റി കളർ പെൻസിലൊക്കെ ഇറക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് ആർട്ട് ലൈൻ. ആർട്ട് ലൈൻ്റെ വാട്ടർ കളർ പെൻസിൽ റേഞ്ചും കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആർട്ട് ലൈൻ്റെ വാട്ടർ കളർ പെൻസിൽ. ഇപ്പോൾ ഇത് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുകൂടി നോക്കണം. നമ്മുടെ കേരളത്തിൽ വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു ആർട്ടിൻ്റെ ബ്രാൻഡാണ് ക്യാമലിൻ. അപ്പോൾ ക്യാമലിൻ്റെ വാട്ടർ കളർ പെൻസിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്യാമലിൻ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ബ്രാൻഡാണ്. വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ് അവർക്കുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാവുന്ന പ്രൈസിലാണ് അവരത് സെയിൽ ചെയ്യുന്നത്. ഡോംസ്, ഈ ഡോംസിൻ്റെ ഈ വാട്ടർ കളർ പെൻസിൽ സെറ്റാണ് ഞാൻ എൻ്റെ ആർട്ട് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ കളേഴ്സും ഇതിലുണ്ട്. കുട്ടികൾക്ക് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള കളേഴ്സാണ് ഇതിലുള്ളത്. പിന്നെ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ബ്രഷ് ഇൻക്ലൂഡഡ് ആണെന്ന് മാത്രമല്ല ഒരുവിധം നല്ല ക്വാളിറ്റിയുള്ള ബ്രഷുമാണ്. മിക്ക വാട്ടർ കളർ പെൻസിലും അവർ ബ്രഷ് കൂടെ കൊടുക്കുന്നുണ്ടെങ്കിലും ക്വാളിറ്റി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ആ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും ആദ്യമൊക്കെ ഞാൻ സെപ്പറേറ്റ് ബ്രഷ് വാങ്ങിച്ചിരുന്നു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ. പക്ഷേ ഡോംസിൻ്റെ ബ്രാൻഡിലേക്ക് വന്നപ്പോൾ അവരുടെ ബ്രഷിൻ്റെ ക്വാളിറ്റി വരെ നല്ലതാണ്, അധികം റേറ്റും ഇല്ല, നല്ല അഫോർഡബിൾ പ്രൈസാണ് ഡോംസിൻ്റെ ബ്രാൻഡ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ വാട്ടർ കളർ പെൻസിൽ വാങ്ങാൻ പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഞാനും എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ ബ്രാൻഡ് കോൺഷ്യസ് ഒന്നും അല്ലായിരുന്നു, പക്ഷേ ബ്രാൻഡിലേക്ക് വന്നപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർട്ടിൽ ഒരു എക്സ്പെൻസീവ് സൈഡാണ് വാട്ടർ കളർ പെൻസിലിനുള്ളത്. അതായത് പല റേഞ്ചിൽ കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തന്ന ഒരുവിധം ബ്രാൻഡുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റേറ്റ് അടക്കം. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലൊന്നും ഈ ഒരു വാട്ടർ കളർ പെൻസിൽ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ മെയിൽ ID നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കട്ടെ നിങ്ങൾക്കത് എത്തിച്ചേരാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാട്ടർ കളർ പെൻസിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ വരച്ച ചിത്രങ്ങൾ എനിക്ക് അയച്ചു തരാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. I stay loose, I stay hype. I stay loose, I stay hype. I stay loose, I stay hype. I could do this all night, 'cause I do what I like. Yeah, I do what I like. Yeah, I do what I like. Sipping goose, sip is right.